നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. വ്യോമ പ്രതിരോധത്തിൻ്റെയും ജിയോ പൊളിറ്റിക്സിൻ്റെയും ലോകത്തെ ഏറ്റവും ചൂടേറിയതും നിർണായകവുമായ ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. അടുത്തിടെ, അതായത് 2026 മാർച്ചിൽ ഇന്ത്യയുടെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ നമ്മുടെ സംയുക്ത സൈനിക മേധാവി, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ഒരു സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തി. ലോകം 6ാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യക്ക് ഇതിൽ പിന്നോട്ട് പോകാനാകില്ല. അതിനാൽ നിലവിലുള്ള 6ാം തലമുറ വിദേശ കൺസോർഷ്യങ്ങളിൽ ഒന്നിൽ ചേരാനായിട്ട് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ളത് 2 വമ്പൻ ഓപ്ഷൻസ് ആണ്. ഒന്ന്, ബ്രിട്ടനും ജപ്പാനും ഇറ്റലിയും ചേർന്നിട്ടുള്ള GCAP ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും ചേർന്നിട്ടുള്ള FCAS ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റം. ഇത് രണ്ടുമാണ്. നമ്മളിന്ന് ഈ 2 പ്രോഗ്രാമുകളുടെയും കേവലം ഒരു താരതമ്യമല്ല നടത്താൻ പോകുന്നത്, മറിച്ച് ഇവയുടെ എഞ്ചിനുകൾ, റഡാറുകൾ, രഹസ്യ സാങ്കേതിക വിദ്യകൾ, ഇതിൻ്റെ എല്ലാം അതിവിശദമായ ഒരു സാങ്കേതിക പോസ്റ്റ്മോർട്ടം അഥവാ ഒരു ഡീപ്പ് ടെക്നിക്കൽ അനാലിസിസ് ആണ് നടത്താനായിട്ട് പോകുന്നത്. ഇന്ത്യ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും? ഇതിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും സാങ്കേതികവുമായ മെറിറ്റുകളും ഡീമെറിറ്റുകളും എന്തൊക്കെയാണ്? വീഡിയോ അവസാനം വരെ കാണുക. കാരണം വരാൻ പോകുന്ന യുദ്ധങ്ങളുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന സാങ്കേതിക വിദ്യകളാണ് ഇവ. 6ാം തലമുറ എന്നത് കേവലം ഒരു വിമാനമല്ല, അതൊരു സിസ്റ്റം ഓഫ് സിസ്റ്റംസ് ആണ്. ഇതിൻ്റെ പ്രധാന സാങ്കേതിക സവിശേഷതകൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും. ആദ്യമായിട്ട് തന്നെ മൾട്ടി സ്പെക്ട്രൽ സ്റ്റെൽത്ത്, അതായത് നിലവിലെ 5ാം തലമുറ വിമാനങ്ങൾ റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഒരു 6ാം തലമുറ വിമാനം എന്ന് പറയുമ്പോൾ റഡാർ തരംഗങ്ങൾക്ക് പുറമെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകൾ, എഞ്ചിനിൽ നിന്നുള്ള താപം, ശബ്ദം, ആശയവിനിമയ സിഗ്നലുകൾ, ഇതെല്ലാം പൂർണ്ണമായിട്ട് മറയ്ക്കുന്ന സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ടോട്ടൽ സ്റ്റെൽത്ത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. രണ്ടാമതായിട്ട് MUM-T, അതായത് മാൻഡ് അൺമാൻഡ് ടീമിംഗ്. ഈ വിമാനങ്ങൾ ഒരിക്കലും തനിച്ചല്ല പറക്കുന്നത്. പൈലറ്റിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന നിർമ്മിത ബുദ്ധിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് കൂടി കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം ഡ്രോണുകൾ, ലോയൽ വിങ്മാൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ശത്രുക്കളുടെ റഡാർ തകർക്കാനും മിസൈലുകളെ വഴിതെറ്റിക്കാനും ഈ ഡ്രോണുകൾ വിമാനത്തിൻ്റെ മുൻപേ തന്നെ പറക്കും. മൂന്നാമതായിട്ട് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്. മിസൈലുകൾക്ക് പകരമായിട്ട് അതിശക്തമായ ലേസർ ആയുധങ്ങൾ ഇവയിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ശത്രുക്കളുടെ മിസൈലുകളെ പ്രകാശവേഗത്തിൽ കരിച്ചു കളയാനായിട്ട് ഈ ലേസർ വെപ്പൺസിന് സാധിക്കും. നാലാമതായിട്ട് അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിനുകൾ. അതായത് വേഗത കൂടുമ്പോൾ ഇന്ധനക്ഷമത കുറയുന്ന പഴയ എഞ്ചിനുകൾക്ക് പകരം സാഹചര്യത്തിനനുസരിച്ച് സ്വയം പ്രവർത്തന രീതി മാറ്റാൻ കഴിയുന്ന കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന അത്യാധുനിക എഞ്ചിനുകൾ. അതുപോലെ തന്നെ ലേസർ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകൾ. അങ്ങനെ അനേകം നൂതന സവിശേഷതകൾ ഒന്നിച്ചു കൂടുമ്പോഴാണ് ഒരു യുദ്ധവിമാനത്തിനെ ഒരു 6ാം തലമുറ യുദ്ധവിമാനം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ 2 വിമാനങ്ങളുടെയും ഒരു കമ്പാരിസൺ ഒന്ന് നടത്തി നോക്കാം. അതിലാദ്യം നമുക്ക് GCAPൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം. ഇതിനെ വേഗതയുടെയും കരുത്തിൻ്റെയും സഖ്യമെന്നാണ് വിളിക്കുന്നത്. അമേരിക്കയുടെയും ചൈനയുടെയും 6ാം തലമുറ യുദ്ധവിമാന പ്രൊജക്റ്റുകൾക്ക് പുറമെ വേറെ 2 വലിയ പ്രൊജക്റ്റുകളും കൂടെ പാരലലായിട്ട് ലോകത്തിൽ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് GCAP ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം. രണ്ടാമത്തേതാണ് FCAS ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റം. ഇതിലേതെങ്കിലും ഒന്നിലാണ് ഇന്ത്യ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ആദ്യം ഒന്ന് നടത്താം. ബ്രിട്ടനും ജപ്പാനും സ്വന്തമായിട്ട് 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രൊജക്റ്റിൽ നേരത്തെ തന്നെ കൈവച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2022 ബ്രിട്ടൻ്റെ 6ാം തലമുറ യുദ്ധവിമാന പ്രൊജക്റ്റായിട്ടുള്ള ടെമ്പസ്റ്റ് പദ്ധതിയും ജപ്പാൻ്റെ FX പദ്ധതിയും സംയോജിപ്പിച്ച് ഈ GCAP രൂപീകരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സാങ്കേതിക സവിശേഷതകളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ റഡാറും ഇലക്ട്രോണിക്സുമാണ്. ISAN-K ആൻഡ് ICS എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് വിമാനത്തിൻ്റെ മൂക്കിൽ മാത്രം റഡാർ വെക്കുന്ന രീതി GCAP മാറ്റിമറിക്കുകയാണ്. ഇതിനായിട്ട് ലിയോനാർഡോ, മിത്സുബിഷി ഇലക്ട്രിക്സ്, ഇലക്ട്രോണിക്ക എന്നീ കമ്പനികൾ ചേർന്നിട്ട് G2E, അതായത് GCAP ഇലക്ട്രോണിക്സ് എവല്യൂഷൻ എന്നൊരു കൺസോർഷ്യത്തിന് തന്നെ രൂപം നൽകി. ഇവർ വികസിപ്പിക്കുന്ന ISAN-K ആൻഡ് ICS, അതായത് ഇൻ്റഗ്രേറ്റഡ് സെൻസിങ് ആൻഡ് നോൺ കൈനറ്റിക് എഫക്ട്സ് ആൻഡ്
ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്നത് വിമാനത്തിൻ്റെ ബോഡിക്ക് ചുറ്റും വിന്യസിച്ചിരിക്കുന്ന ഒരു സെൻസർ ചിലന്തി വല, അതായത് ഒരു സ്പൈഡർ വെബ് ഓഫ് സെൻസേഴ്സ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിലെ പ്രധാന റഡാറായിട്ടുള്ള MRFS ഒരു വലിയ നഗരത്തിലെ മുഴുവൻ ഇൻ്റർനെറ്റ് ട്രാഫിക്കിനും തുല്യമായിട്ടുള്ള ഡേറ്റയാണ് ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യുന്നത്. വിമാനത്തിൻ്റെ 360 ഡിഗ്രിയിലുള്ള എല്ലാ ഭീഷണികളും പൈലറ്റിൻ്റെ ഹെൽമെറ്റിൽ ഇത് ഒരേ സമയം പ്രദർശിപ്പിക്കും. പിന്നെ നമ്മളിതിൻ്റെ എൻജിൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പൽഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിലെ റോൾസ് റോയ്സും ജപ്പാനിലെ IHI കോർപ്പറേഷനും ചേർന്നിട്ടാണ് ഇതിൻ്റെ എൻജിൻ വികസിപ്പിക്കുന്നത്. റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് S ആകൃതിയിലുള്ള എയർ ഡക്റ്റുകളാണ് ഇതിലുള്ളത്. നിലവിലെ യൂറോഫൈറ്റർ ടൈഫോണിനേക്കാളും ഇരട്ടി ആയുധങ്ങൾ വഹിക്കാനും ഒറ്റയടിക്ക് അറ്റ്ലാന്റിക് സമുദ്രം കുറുകെ കടക്കാനും മാത്രം വലിയ റേഞ്ചും ഈ എഞ്ചിനുകൾ നൽകും. 2027 ഇതിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പറന്നുയരും. 2035 വിമാനം സേനയുടെ ഭാഗമാകും. എല്ലാ പങ്കാളിത്ത രാജ്യങ്ങളുടെ ഇടയിലും കൃത്യമായ വർക്ക് ഷെയർ ഇതിനകം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ FCASലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് ഇതിൻ്റെ ശില്പികൾ. ഫ്രഞ്ച് കമ്പനിയായ ഡെസോ ആവിയേഷൻ, അതായത് റഫാൽ വിമാനങ്ങളുടെ നിർമ്മാതാക്കൾ, ജർമ്മൻ കമ്പനിയായ എയർബസ്, സ്പെയിനിലെ ഇന്ദ്ര എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ സാങ്കേതിക സവിശേഷതകളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു കോമ്പാറ്റ് ക്ലൗഡ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. അതായത് FCASൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഇതാണ്. കരയിലെ ടാങ്കുകൾ, കടലിലെ കപ്പലുകൾ, ബഹിരാകാശത്തെ സാറ്റലൈറ്റുകൾ, ഒപ്പം ഇതിൻ്റെ കൂടെ പറക്കുന്ന ഡ്രോണുകൾ, ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു അതിനൂതന നെറ്റ്വർക്കാണ് ഈ കോമ്പാറ്റ് ക്ലൗഡ്. എയർബസ് ആണ് ഇതിൻ്റെ പ്രധാന ചുമതല നിർവഹിക്കുന്നത്. ഇതിൻ്റെ എൻജിൻ വികസിപ്പിക്കാനായിട്ട് ഫ്രാൻസിലെ സഫ്രാനും ജർമ്മനിയിലെ MTU എയ്റോ എൻജിൻസ് എന്നീ കമ്പനികൾ ചേർന്നിട്ട് UMET, അതായത് യൂറോപ്യൻ മിലിറ്ററി എൻജിൻ ടീം എന്നൊരു പുതിയ കമ്പനി തന്നെ ഉണ്ടാക്കി. സഫ്രാൻ ഇതിൻ്റെ ഡിസൈനും ഇൻ്റഗ്രേഷനും നോക്കുമ്പോൾ MTU ഇതിൻ്റെ സർവീസ് ഭാഗങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിനൊരു നേവൽ വേരിയൻറ്റും കൂടി ഉണ്ട് എന്നുള്ളതാണ്. GCAPൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകവും ഇതാണ്. അതായത് ഭാവിയിലെ ഫ്രഞ്ച് വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കാൻ പാകത്തിൽ ലാൻഡിംഗ് ഗിയറുകൾ ശക്തിപ്പെടുത്തിയ ഒരു കപ്പൽ പതിപ്പും FCASനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാങ്കേതികമായിട്ട് മികച്ചതാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ട് FCAS വലിയൊരു പ്രതിസന്ധിയിലാണ്. അതായത് ഈ പ്രൊജക്റ്റിൻ്റെ നേതൃത്വത്തെ ചൊല്ലി ഡെസോ ഏവിയേഷനും എയർബസും തമ്മിലുള്ള തർക്കങ്ങൾ കാരണം പ്രോഗ്രാം വർഷങ്ങൾ പിന്നോട്ട് പോയി. നിലവിലെ കണക്കുകൂട്ടലുകൾ പ്രകാരം 2040 മാത്രമേ ഇത് യാഥാർത്ഥ്യമാകാനായിട്ട് സാധ്യതയുള്ളൂ. പലരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നമ്മളൊരു 4ാം തലമുറ യുദ്ധവിമാനം പോലും സമ്പൂർണ്ണമായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും പണം മുടക്കി ഇന്ത്യ എന്തിനാണ് ഈ പ്രോഗ്രാമുകളിൽ ഒന്നിൽ ചേരുന്നത് എന്ന്. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഒന്ന്, ചൈന തങ്ങളുടെ J-20 വിമാനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും J-36, J-50 തുടങ്ങിയ 6ാം തലമുറ പ്രോഗ്രാമുകളിലേക്കും കടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് സമയം വളരെ നിർണായകമാണ്. ഇന്ത്യ ഇതിൽ ചേർന്നാലുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, തന്ത്രപരമായ മെറിറ്റുകളും ഡീമെറിറ്റുകളും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്, GCAPൽ ചേർന്നാൽ ജപ്പാനുമായിട്ടുള്ള ക്വാഡ് സഖ്യം കൂടുതൽ ദൃഢമാകും. ഇത് പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് വലിയൊരു താക്കീതാവും. മറിച്ച് നമ്മൾ FCAS തിരഞ്ഞെടുത്താൽ ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്ത പ്രതിരോധ പങ്കാളിയായിട്ടുള്ള ഫ്രാൻസുമായിട്ടുള്ള ബന്ധം പുതിയ തലത്തിലെത്തും. പക്ഷേ ഇതുകൊണ്ടുള്ള ചെറിയ ദോഷങ്ങളുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ഇത്രയും വലിയൊരു സഖ്യമുണ്ടാക്കുന്നത് നമ്മുടെ പഴയ സുഹൃത്തായ റഷ്യയെ ചൊടിപ്പിച്ചേക്കാം. മാത്രമല്ല ഭാവിയിൽ ഈ വിമാനങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ പുതിയ ആയുധങ്ങൾ ഘടിപ്പിക്കണമെങ്കിലോ നമ്മൾ വിദേശ രാജ്യങ്ങളുടെ അനുമതിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. ഇനി ഇതിൻ്റെ എക്കണോമിക് സൈഡ് നോക്കുകയാണെങ്കിലും ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. പുതിയൊരു വിമാനം 0 നിന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള കോടിക്കണക്കിന് ഡോളറിൻ്റെ ഗവേഷണ ചെലവ്, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമുകളിൽ ഒരു 10% ഷെയർ പോലും ലഭിക്കണമെങ്കിൽ ഇന്ത്യ ഏകദേശം 6.5 മുതൽ 7.5 ബില്യൺ ഡോളർ, ഒരു 60,000 കോടി മുതൽ 70,000 കോടി രൂപ വരെ മുടക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ സ്വന്തം ആംക പ്രോഗ്രാമിന് വകയിരുത്തിയ ബജറ്റിനെ ഇത് സാരമായിട്ട് ബാധിച്ചേക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരേ സമയം ഇതുപോലെ വലിയ ബൃഹത്തായ 2 പ്രോഗ്രാമുകൾ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പ്രതിരോധ ബജറ്റിന് കഴിയുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്.
പിന്നെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ വിദേശ പ്രോഗ്രാമുകളിൽ ചേരുന്നതിലൂടെ, അതായത് പ്രത്യേകിച്ചും ഇസാൻകെ പോലുള്ള ലോകോത്തര റഡാർ സാങ്കേതിക വിദ്യയും റോൾസ് റോയ്സ് അല്ലെങ്കിൽ യുമെറ്റ് പോലെയുള്ള ഭീമന്മാരുടെ ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് നേരിട്ട് ലഭിക്കും. പക്ഷേ ദോഷങ്ങളുമുണ്ട്. പൂർണ്ണമായ ടെക്നോളജി ട്രാൻസ്ഫർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ ആശയത്തിന് വലിയ തിരിച്ചടിയായിട്ട് മാറും. സ്വന്തമായിട്ട് വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള നമ്മുടെ DRDOയുടെയും HALൻ്റെയും ശേഷിയെ തന്നെ ഇത് തളർത്തിയേക്കാനും സാധ്യതയുണ്ട്. ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിലേതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഇന്ത്യ ചേരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കും. ഇന്ത്യയുടെ മനസ്സ് കൂടുതൽ ചായുന്നത് FCASനോടാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് വളരെ കൃത്യമായ കാരണങ്ങളുമുണ്ട്. ഒന്ന്, വർക്ക് ഷെയർ സാധ്യതകൾ. GCAPൻ്റെ പ്രോഗ്രാമിൽ ബ്രിട്ടനും ജപ്പാനും ഇറ്റലിയും തങ്ങളുടെ നിർമ്മാണ പങ്കാളിത്തം കൃത്യമായിട്ട് വീതിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇന്ത്യ അതിലേക്ക് ചെന്നാൽ കാര്യമായിട്ടുള്ള ഒരു നിർമ്മാണ പങ്കാളിത്തം ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ വെറുമൊരു ഉപഭോക്തായിട്ട് മാറാനും സാധ്യതയുണ്ട്. പക്ഷേ FCASൽ ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഫണ്ടിങ്ങിൽ ജർമ്മനി മടി കാണിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു തുകയുമായിട്ട് ഇന്ത്യ അങ്ങോട്ട് ചെന്നാൽ തുല്യ പങ്കാളിത്തമുള്ള ഒരു ഡെവലപ്പർ പദവി ഇന്ത്യക്ക് ലഭിച്ചേക്കാം. പിന്നെ ഫ്രഞ്ച് വിമാനങ്ങളുടെ വിശ്വാസ്യതയുമുണ്ടല്ലോ. കാരണം റഫേൽ, മിറാഷ് വിമാനങ്ങളുടെ നിർമ്മാതാക്കളായിട്ടുള്ള ഡസോ ഏവിയേഷനാണ് FCASൻ്റെ പ്രധാന സാരഥി. റഷ്യൻ ആയുധങ്ങളോ ഇസ്രായേൽ റഡാറുകളോ ഇന്ത്യ ആവശ്യപ്പെടുന്നതനുസരിച്ച് തങ്ങളുടെ വിമാനങ്ങളിൽ ഘടിപ്പിച്ചു തരാൻ ഫ്രാൻസ് എപ്പോഴും തയ്യാറാകാറുമുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ പങ്കാളിത്തം. ഇന്ത്യയുടെ സ്വന്തം AMCA Mark II വിമാനങ്ങൾക്ക് ആവശ്യമായ 110 മുതൽ 120 കിലോ ന്യൂട്ടൺ വരെ കരുത്തുള്ള എഞ്ചിൻ വികസിപ്പിക്കാനായിട്ട് ഇന്ത്യ സഫ്രാനെ ഇതിനകം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ സഫ്രാൻ തന്നെയാണ് FCASൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്നത്. ഇത് ഇന്ത്യക്ക് സാങ്കേതികമായിട്ട് വലിയൊരു മുതൽക്കൂട്ടാകുകയും ചെയ്യും. ഇന്ത്യൻ നാവികസേന ഭാവിയിലേക്ക് വേണ്ടിയിട്ട് പുതിയ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. FCAS പ്രോഗ്രാമിൽ ഒരു നേവൽ പതിപ്പ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും ഒരേ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ത്യ തങ്ങളുടെ ആത്മാഭിമാനമായ AMCA പ്രോഗ്രാം ഒരിക്കലും ഉപേക്ഷിക്കില്ല. പൂർണ്ണമായി ഒരു വിദേശ പ്രോഗ്രാമിൽ പണം മുടക്കുന്നതിന് പകരം അതിലെ ഒരു പ്രധാന ടെക്നോളജി പാർട്ട്ണറായിട്ട് നിലനിൽക്കാനും അതിൽ നിന്ന് ലഭിക്കുന്ന അത്യാധുനിക എഞ്ചിൻ, റഡാർ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ സ്വന്തം AMCAയിൽ സമന്വയിപ്പിക്കാനുമായിരിക്കും ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ. ചുരുക്കത്തിൽ വരാൻ പോകുന്ന യുദ്ധങ്ങൾ വിമാനങ്ങളുടെ കേവലമായ ഒരു ഡോഗ് ഫൈറ്റുകളൊന്നും ആയിരിക്കില്ല. നിർമ്മിത ബുദ്ധിയും കൊമ്പാറ്റ് ക്ലൗഡും ഭരിക്കുന്ന പുതിയ യുദ്ധക്കളത്തിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് 6ാം തലമുറ സാങ്കേതിക വിദ്യ കൂടിയേ തീരൂ. GCAP അതിവേഗം മുന്നേറുമ്പോൾ ഫ്രഞ്ച് ബന്ധത്തിൻ്റെ പിൻബലത്തിൽ FCAS ഇന്ത്യയുടെ മികച്ച ചോയ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഏതായാലും പ്രതിരോധ മേഖലയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വിശകലനങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.